ജയ്കോ ജുവൽസ്, പോത്താനിക്കാട്, തൊടുപുഴ, കോതമംഗലം. ജയ്കോ ഗോൾഡ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിൽ ഡീലേഴ്സിന്റെ സഹോദര സ്ഥാപനം. മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ റെഡ് ക്രോസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സ്നേഹസ്പർശമായി ഓണാഘോഷം. കിടപ്പു രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ജീവനക്കാർക്കും ഓണസദ്യ ഒരുക്കി നൽകി. സ്നേഹത്തിന്റെയും സമത്വത്തിന്റെയും സന്ദേശം പകർന്നുകൊണ്ട് മൂവാറ്റുപുഴ റെഡ് ക്രോസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ വിപുലമായ ഓണാഘോഷം സംഘടിപ്പിച്ചു. ആശുപത്രി അങ്കണത്തിൽ വനിതാ അംഗങ്ങളുടെ നേതൃത്വത്തിൽ ഒരുക്കിയ മനോഹരമായ പൂക്കളവും വർണ്ണാഭമായ പൂവലങ്കാരങ്ങളും ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി. തുടർന്ന് ആശുപത്രിയിലെ കിടപ്പു രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ജീവനക്കാർക്കും വിഭവസമൃദ്ധമായ ഓണസദ്യ ഒരുക്കി നൽകി. സേവന സന്നദ്ധതയുടെ മാതൃകയായ റെഡ് ക്രോസ് സൊസൈറ്റിയുടെ ലക്ഷ്യങ്ങളെ അനർത്ഥമാക്കുന്നതായിരുന്നു ഈ സ്നേഹവിരുന്ന്. RDO അബ്ബാസ് PE പ്രസിഡന്റായ യൂണിറ്റിന്റെ ചെയർമാൻ ജോർജ് എബ്രഹാം, സെക്രട്ടറി PJ മത്തായി, വൈസ് പ്രസിഡന്റ് ജേക്കബ് തോമസ് കുട്ടപ്പായി എന്നിവർ നേതൃത്വം നൽകി. നമ്മുടെ മലയാളികളുടെ ഒരു സ്വകാര്യ അഹങ്കാരമാണല്ലോ തിരുവോണം. ഈ തിരുവോണത്തിൽ ലോകമെമ്പാടുമുള്ള മലയാളികൾ പലതരത്തിലുള്ള ആഘോഷങ്ങളും പൂക്കളവും അങ്ങനെ എല്ലാവിധത്തിലും ആഘോഷിക്കുന്ന ഈ സമയത്ത് ഈ ഹോസ്പിറ്റലിലെ കിടപ്പ് രോഗികളായ സാധുക്കൾക്ക് ഈ ഓണത്തിൻ്റെ വിഭവസമൃദ്ധമായ സദ്യ കൊടുക്കണമെന്നുള്ള റെഡ് ക്രോസിൻ്റെ ആഗ്രഹമാണ് ഇന്നിവിടെ പ്രാവർത്തികമാകുന്നത്. ഇവിടെ കൂട്ടിരിപ്പുകാരായ രോഗികളുടെ ബന്ധുക്കളും രോഗികളുമായി 175 പേർക്കുള്ള ഓണസദ്യയാണ് ഞങ്ങൾ വിഭാവനം ചെയ്തിട്ടുള്ളത്. എല്ലാവർക്കും ഓണത്തിൻ്റെ മനോഹരമായ ഒരു ആശംസകൾ നേരുന്നു. കാരുണ്യത്തിന്റെ മുഖമായ റെഡ് ക്രോസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ആശുപത്രിയിലെ കീമോതെറാപ്പി, ഡയാലിസിസ് വിഭാഗങ്ങളിലെത്തുന്ന ക്യാൻസർ രോഗികൾക്ക് പ്രതിദിനം സൗജന്യ ഭക്ഷണം, അർഹരായ 55 സാധുത കുടുംബങ്ങൾക്ക് മാസത്തിലൊരിക്കൽ ഭക്ഷണ കിറ്റുകൾ എന്നിവയും വിതരണം ചെയ്യുന്നുണ്ട്. രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഓണത്തിന്റെ സന്തോഷവും പ്രതീക്ഷയും പകർന്നു നൽകിയ ഈ മാതൃകാപരമായ ആഘോഷം എല്ലാവരുടെയും പ്രശംസ പിടിച്ചുപറ്റി. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.